ഭയങ്കര വലിയ കുക്കോ ഷെഫോ ഒന്നും അല്ല, പക്ഷെ എനിക്കിത് ഉണ്ടാക്കാൻ അറിയാം. ഇതിലൂടെ എനിക്ക് നല്ലൊരു ഇൻകം വരുമെന്ന് അറിയാം. നമ്മുടെ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, നത്തിങ്. ഏത് തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള അന്തസ്സ്. അതെ അതെ 100%. നമ്മുടെ ജനറേഷൻ ആസ് എ ഹോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അല്ല, ഫുൾ ടൈം ജോബ് അല്ല. ഞാൻ വൈകിട്ട് 5 മണി മുതലാണ് ഇവിടെ വരാം. ഞാനിപ്പോൾ ഉള്ളത് മാന്നാറാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യ സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരാളെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഈ ഒരു ചെറിയ വെട്ടത്തിൻ്റെ താഴെ മോമോസ് വിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നൊരു നിമിഷമാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരു ചെറിയൊരു സംരംഭമാണ്. തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കഫേ മോമോസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഇത് ബേസിക്കലി നോർത്തേൺ റീജിയനിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ കേരളത്തിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മുടെ ഈ ഹോൾ എൻറ്റയർ സ്ട്രീറ്റ്, മാവേലിക്കര ടു തിരുവല്ല, ഈ സ്ട്രെച്ചിൽ സ്ട്രീറ്റ് ഫുഡ് എന്നൊരു കൾച്ചറേ ഇല്ല. അപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മോമോസ് കഴിക്കാൻ ആഗ്രഹം കൊണ്ട് ക്രേവിങ് തൊട്ട് തുടങ്ങിയൊരു സംഭവമാണിത്. ചെറുപ്പം തൊട്ട് വളർന്നത് നോർത്ത് ഈസ്റ്റിലായതുകൊണ്ട് എൻ്റെ ഒരു ജേർണി എന്ന് പറയുമ്പം ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ ജേർണലിസ്റ്റ് ഇൻ ക്രൈം ബീറ്റ്. നോർത്ത് ഈസ്റ്റിൽ തന്നെ ഇൻ എ ക്രൈം ബീറ്റ് ഐ സ്റ്റാർട്ടഡ് മൈ പ്രൊഫഷൻ. അത് കഴിഞ്ഞ് ടെക്നോ പാർക്കിലോട്ട് വന്നു, മെക്കിൻസിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് എടുത്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. ഐ ഡിഡ് നോട്ട് മേക്ക് ഇറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് കോർപ്പറേറ്റിലോട്ട് തിരിച്ചു പോകണ്ടായിരുന്നു. നമ്മുടെ ജനറേഷൻ ആസ് എ ഹോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അല്ല, അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാജുവേറ്റ്, ഏതൊരു ഗ്രാജുവേറ്റും എന്തും ചെയ്യാൻ കേപ്പബിൾ ആണ്. ഗ്രാജുവേറ്റ് മാത്രമല്ല, ഏതൊരു പേഴ്സണും കേപ്പബിൾ ആണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്ന സക്സസ് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആണ്. നമ്മൾ ഇന്ന ചെയ്താൽ വി കമാൻഡ് റെസ്പെക്ട് ഇൻ ദി സൊസൈറ്റി, വി ഏൺ റെസ്പെക്ട് ഇൻ ദ സൊസൈറ്റി എന്നുള്ളൊരു ഭയങ്കര നാരോ ഡെഫിനേഷൻ ഓഫ് സക്സസ് ആണ്. അപ്പോൾ ഈ മോമോസ് എന്ന് പറയുന്നത് ബേസിക്കലി എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഞാൻ ഭയങ്കര പീസ്ഫുൾ ആണ്. ഇതെൻ്റെ ഒരു ഫുൾ ടൈം ജോബ് അല്ല. ഞാൻ വൈകിട്ട് 5 മണി മുതലാണ് ഇവിടെ വരാം. അതിനു മുമ്പ് എന്തെങ്കിലും വേറെ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പാർട്ട് ടൈം റൈറ്റിംഗ് കണ്ടന്റ് റൈറ്റർ ആണ്. അതെ അതെ, പാർട്ട് ടൈം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ ഒരു ഫുൾ ടൈം ജോബ് അല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ സ്ട്രെസ്ഡും അല്ല. പക്ഷെ കഴിഞ്ഞ 2-3 വർഷം ഞാൻ എക്സ്ട്രീം ഡിപ്രഷനിലൂടെ പോയ ഒരാളാണ്. പക്ഷെ ദിസ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ സ്ട്രെസ്സ് കാരണം, എക്സാം സ്ട്രെസ് എല്ലാം കാരണം ഞാൻ ഭയങ്കര ആൻറ്റി സോഷ്യലുമായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാം, എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, ഞാനൊരു പ്രൊഡക്റ്റീവാണ് ത്രൂ ഔട്ട് ദ ഡേ. അപ്പം എനിക്കിതിനകത്തൊരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ 2 കാര്യം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ജോബ് ഈസ് സ്മോൾ. ഒരു ജോബിനെയും ലുക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, നത്തിങ്. ഏത് തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള അന്തസ്സ്. അതെ അതെ 100%. സി, ഇപ്പം എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് യു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദിസ്, പ്ലീസ് ഗോ ഹെഡ്. ഞാൻ അങ്ങനെ ഭയങ്കര വലിയ കുക്കോ ഷെഫോ ഒന്നും അല്ല, പക്ഷെ എനിക്കിത് ഉണ്ടാക്കാൻ അറിയാം. ഇതിലൂടെ എനിക്ക് നല്ലൊരു ഇൻകം വരുമെന്ന് അറിയാം. ആൾക്കാർക്ക് ഒത്തന്റിക് ടേസ്റ്റ് കിട്ടുമെന്നും അറിയാം. എങ്ങനെയുണ്ട് നമ്മൾ തുടങ്ങിയതിന് ശേഷം? എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതൊരു 15 days ആയി കാണും. ആദ്യത്തെ 2 ദിവസം ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇത് എനിക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് 15 days വന്നു തുടങ്ങി. അപ്പം ഐ എം വെരി ഹാപ്പി. ആദ്യത്തെ 2 ദിവസം കുറച്ച് നീണ്ട സ്ട്രെച്ചിൽ തിരിച്ചു കൊണ്ടുകൊണ്ടും കൂടെ വന്നിട്ടുണ്ട്. ബട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പം വരുന്ന ഉടനെ തന്നെ സോൾഡ് ഔട്ട് ആകാൻ തുടങ്ങി വിതിൻ 1 or 2 hours. ഇപ്പം ഞാൻ എൻ്റെ ബൾക്ക് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഡിമാൻഡ് മീറ്റ് തീർത്തേ പോകുന്നുള്ളൂ. അതെ അതെ 100%. പിന്നെ ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് ഇത് സന്തോഷവും വിഷമവും തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പം ദൂരെ നിന്ന് ആൾക്കാർ വരുമ്പം തീർന്നു എന്ന് പറയുമ്പോഴാണ്. ഒന്നെന്ന് വെച്ചാൽ ഹാപ്പിനെസ് എൻ്റെ സോൾഡ് ഔട്ടായി. രണ്ടാമത് അയ്യോ അവർ 3 ദിവസം വന്നിട്ടും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു 10:30 വരെ എനിക്ക് സപ്ലൈ ചെയ്യാനുള്ള. എത്ര മണിയാകുമ്പോൾ വരും ഇവിടെ? ഇവിടെ എത്ര മണിക്ക് വരും? ഒരു 5 ആകുമ്പോൾ 4 to 5. പക്ഷെ 5 ഡെഫിനറ്റ്ലി ഇവിടെ കാണും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ തുടങ്ങും പരിപാടികൾ ചെയ്യാൻ വേണ്ടി. ഇതിന്റെ പ്രിപ്പറേഷൻ 11 മണി തൊട്ടാണ്. ആക്ച്വലി ഇതിന്റെ ബേസ് പ്രിപ്പറേഷൻ ഒക്കെ അങ്ങനെയായിട്ടാണ് തുടങ്ങാം. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്കാണോ? ഉണ്ട് 2 പേരുണ്ട്. ഒരാൾ ഇതിലൂടെ എനിക്ക് ഇൻകം, ഈ ഒരു ഇൻകമിലൂടെ എനിക്ക് 2 പേർക്ക് ഇൻകം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്, ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതും ഇറ്റ്സ് എ ഹാപ്പി ഫീലിംഗ് ഫോർ മീ. റേറ്റ് പെർ പ്ലേറ്റ് 100 ആണ്. എത്ര ഉണ്ടാവും? എത്ര പീസ് ഉണ്ടാവും? 6 pieces ഉണ്ട്. 6 സൈസ്. ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇതാണ് നമ്മുടെ മോമോസ്. ഇത് ചിക്കൻ ആണല്ലേ? അതെ അതെ, ചിക്കൻ മോമോസ്. ഇങ്ങനെ താഴോട്ടുണ്ട്. ലെയർ ആയിട്ടുണ്ട് കേട്ടോ. പനീർ മോമോസും 100 rupees, വെജ് മോമോസ് 80 rupees per plate.
പിന്നെ ഇനി ഒരു നെക്സ്റ്റ് മന്ത് തൊട്ട് ഒരു 2-3 വെറൈറ്റീസ് ഫ്രൈഡും ഡൈനമൈറ്റ് മോമോസും ഒക്കെ ആഡ് ഓൺ ചെയ്യും. അപ്പോൾ ഇനി ഞാൻ വരുമ്പം വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ. ആയിക്കോട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. നമ്മുടെ ഈ സംരംഭത്തിന് പേരുണ്ടോ? കഫേ മോമോസ് അല്ലേ? കഫേ മോമോസ്. കഫേ മോമോസ് എന്നാണ് പേര്. ആള് നല്ല സ്മാർട്ടാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് പ്രചോദനമാകുന്ന കുറേ വാക്കുകൾ നമുക്ക് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലം മറന്നുകൊണ്ട് കറക്റ്റ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം ഇവിടെ NRC ബേക്കറി സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അല്ലേ? ഓക്കെ, സന്തോഷം. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത്. വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിലുള്ളതെന്ന് പറയുമ്പം ചിക്കൻ മോമോസ് ആണ്, ഒപ്പം അതിൻ്റെ കൂടെ പനീർ മോമോസ് ഉണ്ട്. 100% വിശ്വസിച്ച് കൊടുക്കാം. കാരണം ഇവിടെ അജിനോമോട്ടോ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. ഹോം മെയ്ഡ് വിത്ത് ലവ് ആൻഡ് ഹൈജീനിക്. പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വളരെ സന്തോഷം. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് ഒരു പ്ലേറ്റും കൂടെ നമ്മൾ സമ്മാനിക്കുകയാണ് കേട്ടോ. അത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയണം ഇവിടെ നിന്നുണ്ട്. ഓക്കെ, എന്നാ കഴിച്ചു. അപ്പോൾ ഒരു പ്ലേറ്റിൽ 5 എണ്ണം ഉണ്ടല്ലേ? 6 എണ്ണം ഉണ്ട്. 6 മോമോസ് ഉണ്ട്, ചിക്കൻ മോമോസ്. എന്നാ കഴിച്ചോ. മോമോസ് കൈ വിറക്കി തന്നില്ല. മോമോസ് എന്ന് പറയുമ്പോൾ ചിക്കനും വെജിറ്റബിളും ഉണ്ട്. ഇതെങ്ങനെ ഇരിക്കും? മൈദല. അപ്പോൾ ഇതാണ് കേട്ടോ മോമോസ്. അകത്ത് ചിക്കൻ. ചേച്ചിയുടെ സംരംഭമാണ്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ നോക്കട്ടെ. ആ, ഒരു നാണം എന്താ? ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നുണ്ടാവണം. കുഴപ്പമില്ല, നമ്മുടെ വീഡിയോയിൽ അല്ലേ? അതെ അതെ. സമോസ അല്ല കേട്ടാ, മോമോസ്. സൂപ്പർ ആയിട്ടാ അല്ലേ? എരിവൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ കഴിക്കൂ. അപ്പോൾ ഈ മോമോസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചട്നിയാണ് കേട്ടോ. അടിപൊളി ചട്നി, നല്ല എരിവ് കുത്തലൊക്കെ ഉള്ള ചട്നിയാണ്. ഒരെണ്ണം എടുത്തോ. ഇവിടെ കഴിക്കാനാണോ? അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു മോമോസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എബ്രഹാം തച്ചേരിൽ. അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ ഈ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇനി മാന്നാർ ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിലൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യും. മാന്നാർ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരനാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയുടെ സംരംഭമുള്ള സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട് അടിപൊളി മോമോസ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ. ഒരെണ്ണം കൊടുത്ത് സന്തോഷം. ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ്. എന്തായാലും വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ വീട്? എൻ്റെ പേര് എരമത്തൂർ. അപ്പം ഇദ്ദേഹത്തെ പരിചയമുള്ളവരൊക്കെ ഒരു കമൻറ്റും ലൈക്കും കൊടുത്തേക്കേട്ടാ. ശരി, സന്തോഷം.